ഇപ്പൊ നമ്മൾ വീണ്ടും ഒരു ഗെയിമായിട്ടാണ് വന്നത്. എന്താണെന്ന് വെച്ചാല് കണ്ണ് കെട്ടിട്ട് മുമ്പിലൊരു സാധനം കൊണ്ട് വെക്കൂ, അതെന്താണെന്ന് പറയണം. അതാണ് ഗെയിം. അപ്പൊ ഗെയിം എങ്ങനെയാ കളിക്കാന്ന് വെച്ചാൽ ഇവര് രണ്ടാളായിരിക്കും കളിക്കുന്നുണ്ടാവുക, ഓരോരാളായിട്ടായിരിക്കും കളിക്കുന്നുണ്ടാവുക. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. കണ്ണ് കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഓരോ സാധനം മുന്നിൽ കൊണ്ടാക്കും. അപ്പൊ 5 റൗണ്ടായിട്ട് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ 5 റൗണ്ടായിരിക്കും ഓരോരാൾക്കും. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗായ്സ് ഒരു സാധനം കൊണ്ടുപോയി, സാധനം കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. കണ്ട എല്ലാം കാണുന്നുണ്ട്, കളക്കളയായിരിക്കും. അപ്പൊ സാധനം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സാധനം. അപ്പോൾ നമുക്ക് ഇവള് ഗസ് ചെയ്യാൻ നോക്കാം. അതോട് മുന്നോട്ട്. ഇതൊക്കെ എന്ത്? അപ്പൊ ആദ്യത്തേത് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത സാധനം കൊണ്ടുവരാം. നോക്കണ്ട, ഇവള് കണ്ണ് കെട്ടിയത് തുറന്നിട്ടുണ്ടായിന്. അപ്പൊ ഒന്നും കൂടി മുറുക്ക് കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അപ്പൊ അടുത്ത സാധനം ഇതാണ്. നെക്സ്റ്റ് സാധനം ഇതെന്തായാലും മനസ്സിലാവും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഓക്കെ പോയിന്റിലോട്ട് വരാം. ആക്ച്വലി ഇത് കൊണ്ടുവന്നത് എന്താന്ന് വെച്ചാല് ഒരാള് പേടിച്ചിട്ട് വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ അതും ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് മൂന്നാമത്തെ സേവ് അറിയുന്നത് ഒരു ഒരു എന്തോ ഒരു സംഭവമാണ്. ആർക്കും ഗസ് ചെയ്യാൻ നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇതെന്തായാലും കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് നോക്കാം. 3, 2, 1 ഗോ. തൊട്ടച്ചാക്കല്ല, ഒരിക്കലും കിട്ടൂല. എന്തുകൊണ്ട് ഇതിനൊക്കെ ഉത്തരം കിട്ടുന്നു വെച്ചാൽ 24 മണിക്കൂർ അടുക്കള എന്തെങ്കിലും പരതാൻ വേണ്ടി കേറാറുണ്ട്. അപ്പോൾ മൂന്നാമത്തേതും 2 റൗണ്ടാണ്. അടുത്ത സാധനം എടുത്തിട്ട് വരാം. 4ാമത്തെ സാധനം എടുക്കാൻ പോയിട്ടാണുള്ളത്. ഇത് കിട്ടുക അല്ലാക്കറിയാം. അടുത്തത് 3, 2, 1 ഗോ. ഇതൊക്കെ എന്ത്? അതും കിട്ടിയിരിക്കുന്നു. ലാസ്റ്റ് ടഫ് ഉള്ളത് അത് ഞാൻ എടുക്കാൻ പോവാ. ഇല്ല, ഒരു ഐഡിയ ഉണ്ട്. ഒരു ഐഡിയ അപ്പോൾ ലാസ്റ്റത്തെ റൗണ്ടിലെ ലാസ്റ്റത്തെ സാധനം ഇതാണ്. നീ നീ പൊന്തിക്കല്ലേ? നോക്കിക്കോ. കുരുമുളക് പൊടി അല്ല, കുരുമുളക് അല്ല. അപ്പോൾ ശരി ഉത്തരം താങ്കൾക്ക് കിട്ടിയിരിക്കുന്നു 5000 രൂപ. 5 റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അടുത്തത് 5ന് ആൻസറും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അടുത്തത് ഇവളാണ്. ഇതെത്രയാ? അപ്പൊ ഞാൻ എടുത്തിട്ട് വരാം. ഞാൻ കണ്ണെട്ടിട്ടുള്ള
ആർക്കും അറിയില്ല. ഈശ്വര ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. കളവി നീ തീർന്നോ? അപ്പോൾ നമ്മളെ സാധനം കൊണ്ടായിട്ടുണ്ട്. ആദ്യത്തെ സാധനം? ഊഫ്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അപ്പോൾ നമ്മള് സ്പെല്ലല്ല അപ്പൊ നോക്കിക്കോ. തൊട്ടിട്ട് മണത്ത് നോക്കിട്ടാണ് നോക്കിയോക്ക്. നല്ല സാധനം തന്നെയാ. നക്കണെങ്കിലും നക്കിയോക്ക്. മസാല ആക്കിയ ചിക്കൻ. അപ്പൊ ഇത് ഇന്നലെ മുളകെല്ലാം പേരത്തി വെച്ച ചിക്കനാണ്. അപ്പോൾ ഇത് ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സാധനം. അപ്പൊ അടുത്ത സാധനം കൊണ്ടായി ആ മീൻ എടുക്കോ. ചെമ്മീൻ ചിക്കൻ. അയില. ആ തൊട്ടാക്കിക്കോ. ഇത് കാര്യം ചോള ചോള ചോള. അപ്പോൾ ഞാൻ first നീ ആടുന്നു. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിലും ആൻസർ കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ ഇപ്പൊ 5 റൗണ്ട് ഉണ്ട്. ഒന്ന് അപ്പൊ അടുത്ത സാധനം കൊണ്ടായിട്ടുണ്ട്. ഒരു മിനിറ്റ് അവർക്ക് ബാക്കി ഇങ്ങോട്ട് വെക്കണം. ആ ടേസ്റ്റ് ചെയ്യട്ടെ. എന്ത് വെറുപ്പിക്കലാണ്, ഭയങ്കര വീട്ടിലാണ് നിങ്ങള്. ഇത് സൈനപ്പഴം. ഇതിനടുത്ത് ഞാൻ എടുത്തിട്ട് വരും കേട്ടോ. ഇവിടെ കെട്ടിനാ കട്ട വക ഫുൾ തിന്നി. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപ്പോൾ അടുത്തത് എടുത്തിട്ട് വരാം. ഹലോ ഗൈസ്, അപ്പൊ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടതാ. അടുത്ത സാധനം ഇതാണ്. അവൾക്ക് ഈസി ആണെന്ന് തോന്നുന്നു. ഈസിയാണ്, കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. നോക്ക്. ടേസ്റ്റ് ചെയ്യരുത്. ടേസ്റ്റ് ചെയ്യട്ടെ. പീതാംബരൻ സാറ് ഇവർ പ്രാന്താണ്. ഞാൻ പാമ്പാ. പിന്നെ ടേസ്റ്റ് ചെയ്തല്ല മനസ്സിലാവൂലാണ്, ബുദ്ധി ഇല്ലാത്തത്. ശരിയാണ്. പോവാൻ വരട്ടെ, ചിലപ്പോ ഒരു ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് റൗണ്ടാണ്. ലാസ്റ്റ് റൗണ്ടിൽ ടഫ് ആയിട്ടുള്ള എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് സാധനം കൊണ്ടായിട്ടുണ്ട്. ആ നോക്കിക്കോ. ഇവിടെ ആദ്യം മണം പിടിക്കുന്നുണ്ട്. ആളാക്ക്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തേ. എല്ലാം ടേസ്റ്റ് ചെയ്തോ. ഇതെനിക്ക് അറിയാം. വണ്ടിച്ച് പിരാന്താക്കി. ഏതെങ്കിലും ഒരു പേര് പറഞ്ഞാൽ മതി. ശരിയാന്ന് നോക്കട്ടെ. ആലോചിക്കാൻ ടൈമില്ല. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4. പോയി ടിക് ടിക് 5, ടിക് ടിക് 6. അപ്പൊ തോറ്റ്. അപ്പൊ നമ്മൾ ഇവൾക്ക് പണിഷ്മെന്റ് എന്താന്ന് വെച്ചാൽ ചായപ്പൊടി. അപ്പോൾ 5-ൽ 4 ആൻസർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനുള്ള പണിഷ്മെന്റ് ഞാൻ കൊടുത്തിട്ട് വരാം. എന്താണ് പറയാൻ വന്നതെന്ന് വെച്ചാല് 2 റൗണ്ടാണ് ഉദ്ദേശിച്ചത്. 2 റൗണ്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 ഐറ്റംസ് ആണ് വെച്ചത് രണ്ടാക്കും. അതിൽ 5 ഐറ്റംസ് ഫുള്ളായിട്ട് ആൻസർ ഫസ്റ്റ് ഇരുന്നാളിന് ഇത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഇരുന്നാക്ക് ഒക്കെ അറിയേനു, പക്ഷെ ഓള് പണിഷ്മെന്റിന് വേണ്ടിട്ട് പറയാൻ തന്നതല്ലേ. അല്ല അല്ല അല്ലാതെ എനിക്ക് ഇതിന്റെ ചോയ എല്ലാം മനസ്സിലായി. ഫസ്റ്റ് അപ്പോൾ വിചാരിച്ച ഇവള് 4 എണ്ണേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പണിഷ്മെന്റ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞാൽ എനിക്ക് പണിഷ്മെന്റ് താ. അപ്പോൾ ഒക്കെ കൊടുക്കാൻ ആശയായിട്ട് ഓള് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ എന്നത്തെയും അപ്പോൾ നമുക്ക് ഇവളെ ഒന്ന് ഫേഷ്യൽ ചെയ്ത് നല്ല സുന്ദരിയാക്കിട്ട് വരാം. സുന്ദരിയാക്കിട്ട് തരാം. ഇങ്ങനെ കുത്തില്ലേ എന്റെ? കുത്തിയ വേണ്ട, മോന്ത എടുക്കണ്ട. ഞാൻ കുത്തിക്കോളാം.
1 2 3 സ്റ്റാർട്ട്. അടിപൊളിക്കണം. നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? ചോക്കറായിട്ടുണ്ട്. ആ മതി മതി മതി. പീതാംബരൻ സാറേ ഇവർ പ്രാന്താണ്. അപ്പോൾ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇവൾ ജയിച്ചിരിക്കുന്നു, ഇവൾ തോറ്റിരിക്കുന്നു. തോറ്റതിനുള്ള പണിഷ്മെന്റ് ഏറ്റുവാങ്ങിയിരിക്കുന്നു. എല്ലാം ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ബൈ ബൈ.